ഹലോ നമസ്കാരം, എല്ലാവർക്കും മംഗ്ലീഷ് ടീച്ചിലേക്ക് സ്വാഗതം. ടീച്ചിങ് ആൻഡ് സ്കൂളിംഗ് UK എന്നൊരു വീഡിയോ സീരീസിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിരിക്കും ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. UK ചില കാര്യങ്ങൾ, ചില റിയാലിറ്റീസ്, ചില സത്യങ്ങൾ മംഗ്ലീഷ് ടീച്ചറിന്റെ പെർസ്പെക്റ്റീവിൽ നിന്നും നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരുന്നതായിരിക്കും ഈ വീഡിയോ. അത് മാത്രമല്ല, എനിക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ നിന്നും, നമ്മുടെ ഇൻസ്റ്റഗ്രാം ഫ്രണ്ട്സിൽ നിന്നും, ഫേസ്ബുക്ക് ഫ്രണ്ട്സിൽ നിന്നും ലഭിക്കുന്ന ചില ക്വസ്റ്റ്യൻസിന്റെ ആൻസറും ഞാനിവിടെ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. നിങ്ങൾ UK ടീച്ചർ ആവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ദയവീത് നമ്മളുടെ ചാനലിലെ മുമ്പത്തെ വീഡിയോകൾ കാണുക. കണ്ടിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ദയവീത് കമന്റ് സെക്ഷനിൽ അറിയിക്കുക. നമ്മൾ അതിന് പറ്റുന്ന രീതിയിൽ ആൻസർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായിട്ട് ഇതൊരു ലൈഫ് വ്ലോഗാണ്. എൻ്റെ ചില പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. UK വ്ലോഗുകൾ കാണുന്ന മലയാളികൾ ഇപ്പോൾ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, UK ലൈഫിൽ നിങ്ങൾ ഹാപ്പിയാണോ? അവിടെ സേവിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ? അവിടുത്തെ ഹെൽത്ത് കെയർ സിസ്റ്റം മോശമല്ലേ എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പം എൻ്റെ രീതിയിൽ എൻ്റെ ഒരു പേഴ്സണൽ അനുഭവങ്ങളാണ് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ആദ്യമായി UK ഞാൻ ഹാപ്പിയാണോ, അല്ലെങ്കിൽ ഞാനും എൻ്റെ ഫാമിലി ഹാപ്പിയാണോ? ഫാമിലി എന്ന് പറയുമ്പോൾ ഞാനും എൻ്റെ വൈഫും ഞങ്ങൾ ഹാപ്പിയാണ്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഒരു ജോലി, ഈ ഒരു ടീച്ചിങ് ജോലി, നമ്മൾ രണ്ടാൾക്കാരും ടീച്ചേഴ്സാണ്. ഞാൻ ഫിസിക്സ് ടീച്ചറും എൻ്റെ വൈഫ് മാത്സ് ടീച്ചറുമാണ്. നമ്മൾ രണ്ടുപേരുടെയും ഈ ജോലി എന്ന് പറയുന്നത്, ഇതിൻ്റെ ടൈമിങ് ഭയങ്കര കുറവാണ്. ആക്ച്വലി മറ്റു ജോലികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മൺഡേ ടു ഫ്രൈഡേ രാവിലെ 8 o'clock-നും 4 o'clock-നും ഇടയ്ക്കുള്ള ജോലിയാണ്. ഇപ്പം എൻ്റെ കേസ് പർട്ടിക്കുലർലി എടുക്കുകയാണെങ്കിൽ എൻ്റെ ആ ഒരു ജോബ് ടൈമിംഗ് എന്ന് പറയുന്നത് 8:30 to 3 o'clock ആണ്. വൈഫിൻ്റെ കേസിലാണെങ്കിൽ 8:20 to 3:30 ആണ്. അപ്പം ഈ ഒരു ടൈമിങ്ങിൽ മാത്രമാണ് നമ്മൾ ജോലി എടുക്കുന്നത്. മാത്രമല്ല, ഞങ്ങൾക്ക് രണ്ടാൾക്കും ആ ഒരു ഫിസിക്കലി എക്സോസ്റ്റീവ് ആയിട്ടുള്ള ജോലി അല്ല. കാരണം നമ്മൾ ക്ലാസ്സിൽ പോകുന്നു, സംസാരിക്കുന്നു, വീണ്ടും തിരിച്ച് വീട്ടിൽ വരുന്നു. ഇതാണ് നമ്മളുടെ ഒരു ജോലി. അപ്പം ഫിസിക്കലി മെന്റലി നോക്കുവാണെങ്കിൽ ഈ ജോലി നമുക്ക് ആക്ച്വലി ഭയങ്കര ഒരു റിലാക്സ് അല്ലെങ്കിൽ ഒരു കംഫർട്ടബിൾ ജോലിയാണ്. അതുകൊണ്ട് തന്നെ ജോലിയുടെ ഒരു സ്വഭാവം വെച്ചിട്ട് നമ്മൾ ഹാപ്പിയാണ്. സാലറി വൈസ് റീസണബിൾ സാലറി ടീച്ചിങ് പ്രൊഫഷൻ ഒരു ക്വാളിഫൈഡ് ടീച്ചറിനുണ്ട്. നിങ്ങൾക്ക് ആ സാലറിയെ പറ്റി ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളുടെ ഒരു പ്രീവിയസ് വീഡിയോ സാലറിയെ പറ്റി തന്നെ പർട്ടിക്കുലർലി ചെയ്തിട്ടുണ്ട്. അത് പോയി കാണുക, അല്ലെങ്കിൽ ഗൂഗിൾ അടിച്ച് നോക്കുക. ഒരു ക്വാളിഫൈഡ് ടീച്ചറിന് എന്ത് സാലറി ലഭിക്കും എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ലൈഫിന് വേണ്ടിയിട്ടുള്ള ഒരു റീസണബിൾ സാലറി നമുക്ക് ഈ ഒരു പ്രൊഫഷനിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പം കരിയർ വൈസ് ഞങ്ങൾ രണ്ടുപേരും ഹാപ്പിയാണ്. UK ഹെൽത്ത് കെയർ സിസ്റ്റത്തെ പറ്റി ഓൾറെഡി ഇവിടെ കുറെ വ്ലോഗേഴ്സ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം അതിലേക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കടക്കുന്നില്ല. ടീച്ചേഴ്സിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് പറയുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ആനുകൂല്യങ്ങൾ സ്കൂളിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് കിട്ടും. അതിപ്പോൾ എല്ലാ സ്കൂളുകാരും കൊടുക്കില്ല. ചില ട്രസ്റ്റുകൾ, ചില സ്കൂളുകളിലാണ് നമുക്ക് അത് ലഭിക്കുന്നത്. അതായത് ഈ പ്രൈവറ്റ് മെഡിക്കൽ ഇൻഷുറൻസ്, പെട്ടെന്ന് ഒരു ഡോക്ടറിനെ കാണാനുള്ള സംവിധാനം, ഡെന്റൽ അപ്പോയിൻമെന്റ്സ് തുടങ്ങിയ കാര്യങ്ങളിൽ ചില ആനുകൂല്യങ്ങൾ, അതൊക്കെ കണ്ടീഷൻസ് അപ്ലൈഡ് ആണ്. പക്ഷെ ചില ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കും. പിന്നെ സേവിങ്സിനെ പറ്റി കുറെ പേര് നമ്മൾ ചോദിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മുടെ നാടിനെ വെച്ചിട്ടോ അല്ലെങ്കിൽ ഗൾഫ് ജോലികളെ വെച്ചിട്ടോ ഇവിടെ അത്ര സേവിങ്സ് നമുക്ക് ആസ് എ ക്യാഷ് നമുക്ക് കിട്ടില്ല. അതിന്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇവിടെ ഇച്ചിരി ടാക്സേഷൻ കൂടുതലാണ്. നമ്മുടെ പേഴ്സണൽ ഇൻകമിൽ ഇവിടെ ടാക്സ് ചെയ്യും ഇവിടുത്തെ ഗവൺമെന്റ്. സേവ് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞാലും എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ നമ്മുടെ നാട്ടിലെ കൂടുതൽ ആൾക്കാരും അല്ലെങ്കിൽ ഗൾഫിലെ പ്രവാസികളായിട്ടുള്ള കൂടുതൽ ആൾക്കാരും ക്യാഷ് സേവ് ചെയ്യുന്നത് ഒരു സ്വന്തമായിട്ടൊരു വീട് പണിയാനും, പിന്നെ അവരുടെ കുട്ടികളുടെ പഠന ചെലവിനും, പിന്നെ ഒരു മെഡിക്കൽ എക്സ്പെൻസിനും വേണ്ടിയിട്ട് കരുതി വെക്കാനും വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ 3 കാര്യങ്ങളും UK നമുക്ക് വലിയ ക്യാഷ് ചെലവില്ലാതെ നടക്കും. ഒന്ന്, മെഡിക്കൽ നമുക്ക് ഫ്രീ ആണെന്ന്, മെഡിക്കൽ ഫ്രീ അല്ല, മെഡിക്കൽ ഏറെക്കുറെ നമുക്ക് സൗജന്യമായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. കുട്ടികളുടെ പഠിപ്പ് ഇവിടുത്തെ ബ്രിട്ടീഷ് സിറ്റിസൺസിനാണെങ്കിൽ കുട്ടികളുടെ പഠിപ്പ് ഫ്രീ ആണ്. അല്ലെങ്കിൽ കുട്ടികൾക്ക് ആ ഒരു ഏത് കോഴ്സ് പഠിക്കാനുള്ള എഡ്യൂക്കേഷണൽ ലോൺസ് ഇവിടെ കിട്ടും. പിന്നെ വീടിന്റെ കാര്യത്തിലാണെങ്കിലും നാടിന്റെ അത്രയും ഒരു എക്സ്പെൻസ് ഇവിടെ വീടിന്റെ കാര്യത്തിൽ കുറവാണ്. പല കേസസിലും നമുക്ക് ടോട്ടൽ ഹൗസ് വാല്യൂവിന്റെ 10% വെച്ചിട്ട് നമുക്ക് വീട് മേടിക്കാൻ പറ്റും. ഇപ്പൊ NHS എംപ്ലോയീസിനൊക്കെ ആണെങ്കിൽ 5% വെച്ചിട്ട് വീട് മേടിക്കാൻ പറ്റും. അപ്പം സ്വന്തമായിട്ടൊരു വീട് എന്നുള്ളത് കൊള്ളാവുന്ന ഒരു ജോലി ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ ഒരു 3 to 4 yearsനുള്ളിൽ ഇവിടെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ ചോദിക്കുമ്പോൾ അത് ലോണിലുള്ള വീടല്ലേ, അത് നമ്മുടെ സ്വന്തമാവോ എന്ന് നമുക്ക് ഒരു ചോദ്യം വരും. ഒരു കാര്യം ആലോചിക്കുക, ഇവിടെ നമ്മൾ ഒരു ഡേറ്റ എടുത്ത് നോക്കുകയാണെങ്കിൽ ഹൗസ് റെന്റിനേക്കാളും എപ്പോഴും കുറവായിരിക്കും ലോൺ തിരിച്ചടയ്ക്കാനുള്ള ആ ഒരു റീപേയ്മെന്റ് അല്ലെങ്കിൽ മന്ത്ലി റീപേയ്മെന്റ് എന്ന് പറയുന്നത്. മാത്രമല്ല, ഇവിടുത്തെ
വീടുകളുടെ വില എന്ന് പറയുന്നത് ഒരു ഓൺ ആൻ ആവറേജ് 10% വെച്ചിട്ട് എല്ലാ വർഷവും ഇൻക്രീസ് ആവും. അതിന് റീസൺ ഉണ്ട്. ഇത് വളരെ ചെറിയ രാജ്യമാണ്. ഇവിടെ പുതിയ വീട് പണിയാൻ ഒരുപാട് പെർമിറ്റുകൾ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ വീടുകളുടെ എണ്ണം എപ്പോഴും കുറവായിരിക്കും. പക്ഷെ കൂടുതൽ ആൾക്കാർ ഇവിടേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വരുന്നുണ്ട്. കൂടുതൽ ആൾക്കാർ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡിമാൻഡ് എപ്പോഴും ഉള്ളത് കാരണം വീടുകളുടെ വാല്യൂ ഇൻക്രീസ് ആവും. നമ്മളിപ്പോൾ ഒരു വീട് ലോണിൽ മേടിച്ചാലും ആ വീടിന്റെ വാല്യൂ ഇൻക്രീസ് ആയി ആ ലോണിലുള്ള വീട് നമുക്ക് സെല്ല് ചെയ്തിട്ട് അതിൽ നിന്നുള്ള ലോൺ കഴിഞ്ഞിട്ടുള്ള ഒരു ലാഭം നമുക്ക് എടുക്കാനൊക്കെ പറ്റും. അപ്പം വീടെന്ന് പറയുന്നത് എപ്പോഴും ഒരു അസറ്റ് ആണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ നാട്ടിലെ ഇവിടെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സാഹചര്യങ്ങൾ ഡിഫറെന്റ് ആയതുകൊണ്ട് നമുക്ക് സേവിങ് ഇല്ല എന്ന് പറഞ്ഞിട്ട് യു കെ ലൈഫ് മോശമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇനിയും ഇവിടെ ചില ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്, എനിക്ക് ഏറ്റവും കൂടുതൽ ലഭിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി ആണല്ലോ, അതുകൊണ്ട് ഇവിടെ ഇംഗ്ലീഷ് ടീച്ചേഴ്സിന് കേരളത്തിൽ നിന്നും ഇങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടോ എന്നുള്ളതാണ്. അതൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഇംഗ്ലീഷ് ടീച്ചേഴ്സ് എന്ന് പറയുന്നത് നേറ്റീവ് സ്പീക്കേഴ്സ്, അവരുടെ ഒരു മാതൃഭാഷ എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. അപ്പം നമ്മൾ കേരളത്തിൽ നിന്ന് ഒരാൾ ആ ഒരു മാതൃഭാഷ ഇംഗ്ലീഷ് ആയിട്ടുള്ള ഒരാളുമായിട്ടാണ് ജോബ് ഇന്റർവ്യൂവിന് കമ്പീറ്റ് ചെയ്യേണ്ടി വരുന്നത്. അവിടെ മാതൃഭാഷ ഇംഗ്ലീഷ് ആയിട്ടുള്ള ഒരാൾക്കായിരിക്കും അഡ്വാൻറ്റേജ് കൂടുതൽ കിട്ടുക. അപ്പം നമുക്ക് നാട്ടിൽ നിന്നുള്ളൊരു ഇംഗ്ലീഷ് ടീച്ചറിനെ ഇവിടെ സ്വാഭാവികമായിട്ടും ചാൻസ് കുറയും. അത് നിങ്ങൾ മനസ്സിൽ വെക്കുക. അടുത്തൊരു ചോദ്യമാണ് നാട്ടിലെ സോഷ്യൽ സയൻസ്, അതായത് ഈ പറഞ്ഞ പോലെ ഹിസ്റ്ററി, എക്കണോമിക്സ്, അല്ലെങ്കിൽ ആർട്സ് സബ്ജക്റ്റുകൾ, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് സബ്ജക്റ്റുകൾ, ബിസിനസ് സ്റ്റഡീസ് തുടങ്ങിയ സബ്ജക്റ്റുകൾ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് ഇവിടെ ചാൻസ് ഉണ്ടോ എന്നുള്ള കാര്യത്തിലാണ്. ആദ്യമേ ഒരു കാര്യം പറയട്ടെ, ആ സബ്ജക്ട് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ടീച്ചറുടെ BEd ഇങ്ങോട്ടേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. സയൻസും മാത്തമാറ്റിക്സും അല്ലെങ്കിൽ ഫോറിൻ ലാംഗ്വേജ്, അതായത് ഈ പറഞ്ഞ പോലെ യൂറോപ്യൻ ഫോറിൻ ലാംഗ്വേജസിലെ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് സ്പെഷ്യലൈസേഷൻ ഉള്ള ടീച്ചറാണ് നിങ്ങളെങ്കിൽ അവരുടെ അത്തരം ആ ഒരു ടീച്ചേഴ്സിന് BEd ഇങ്ങോട്ടേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. മറ്റ് സബ്ജക്റ്റുകൾ BEd ഇങ്ങോട്ടേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഹ്യൂമാനിറ്റീസ്, ആർട്സ്, സോഷ്യൽ സയൻസ്, കൊമേഴ്സ് തുടങ്ങിയ ഹിസ്റ്ററി തുടങ്ങിയ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ടീച്ചേഴ്സിന് ഇവിടെ ചാൻസ് ഇച്ചിരി കുറവാണ്. അത് മാത്രമല്ല മാതൃഭാഷ ഇംഗ്ലീഷ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ ഇത്തരം സബ്ജക്റ്റുകൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ സോഷ്യൽ സയൻസിനും എക്കണോമിക്സ്, ഹിസ്റ്ററി, ആർട്സ് സബ്ജക്റ്റുകൾ, മറ്റ് ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റുകൾ ഇവർക്കൊന്നും ഇവിടെ ഇത്തരം സബ്ജക്റ്റുകൾക്ക് ഒരു മലയാളി ആയിട്ടുള്ള ഒരു ടീച്ചറിന് ചാൻസ് വളരെ കുറവാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, എനിക്ക് TTC ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് മറ്റൊരു BEd അല്ലാത്ത മറ്റൊരു ടീച്ചിങ് ക്വാളിഫിക്കേഷൻ ഉണ്ട്, എനിക്ക് 10-16 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, എനിക്ക് UK ചാൻസ് ഉണ്ടോ എന്നുള്ള കാര്യം. ഞാനൊരു കാര്യം പറയട്ടെ, UK ഇന്ത്യൻ ടീച്ചേഴ്സിന്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അക്സെപ്റ്റ് ചെയ്യും. പക്ഷേ അത് BEd ഉള്ളവർക്ക് മാത്രമാണ്. ബാക്കി ഒരു ക്വാളിഫിക്കേഷനും നിലവിലെ നിയമം അനുസരിച്ച് അക്സെപ്റ്റ് ചെയ്യില്ല. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൃത്യമായിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുക. അതിൽ ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഡ്യൂക്കേഷന്റെ പോർട്ടലിൽ കയറിയിട്ട് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയും. പിന്നീട് ഒരുപാട് കേൾക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇവിടെ ടീച്ചറായിട്ട് ജോലി കിട്ടാൻ എളുപ്പമാണോ? ഇപ്പം ഞാൻ നാട്ടിൽ നിന്ന് അവിടെ ഒരു ടീച്ചിങ് ക്വാളിഫിക്കേഷൻ പഠിക്കാൻ വരികയാണ്, അല്ലെങ്കിൽ PGC QTS അല്ലെങ്കിൽ PGD QTS പോലൊരു കോഴ്സ് പഠിക്കാൻ വന്നു കഴിഞ്ഞാൽ ടീച്ചിങ് ജോലി എളുപ്പത്തിൽ കിട്ടുമോ? അപ്പം ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ ആക്ച്വലി എന്നെ സംബന്ധിച്ചിട്ട് അത് വേറൊരാളല്ല ആൻസർ ചെയ്യേണ്ടത്. കാരണം നിങ്ങളുടെ കഴിവ് അല്ലെങ്കിൽ നമ്മളുടെ കഴിവ് വെച്ചിട്ടാണ് നമുക്കൊരു ജോലി കിട്ടുന്നത്. ഒരു കോഴ്സ് പഠിച്ചെന്ന് വെച്ചിട്ട് നമുക്ക് ഓട്ടോമാറ്റിക്കലി ജോലി കിട്ടില്ല. അതിപ്പോഴും പലരും മനസ്സിലാക്കുന്നില്ല. ഇപ്പം UK കുറ്റം പറഞ്ഞിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ കാണുന്നുണ്ട്. ആ വീഡിയോസിലെല്ലാം പറയുന്നത്, ഇവിടെ വന്ന് ഞാൻ കഷ്ടപ്പെട്ട് MBA പഠിച്ചു, പക്ഷെ എനിക്ക് ജോലി കിട്ടുന്നില്ല. ഓക്കെ, ജോലി കിട്ടാൻ നിങ്ങൾ എന്തെടുത്തു? ആ ഒരു ഇന്റർവ്യൂ പ്രോസസ്, ജോലിയുടെ ഇന്റർവ്യൂ പ്രോസസ് ക്ലിയർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ എടുത്തു. ജസ്റ്റ് കോഴ്സ് പഠിച്ചാൽ മാത്രം സർട്ടിഫിക്കറ്റ് കൊണ്ട് നമുക്ക് ജോലി കിട്ടില്ല. ടീച്ചിങ്ങിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ ഏറ്റവും കോമൺ ആയിട്ട് മലയാളികൾക്കിടയിൽ നിന്ന് പറയുന്നത്, എൻ്റെ ഇംഗ്ലീഷ് പോരാ, അതുകൊണ്ട് എനിക്ക് ജോലി കിട്ടുന്നില്ല. ഇംഗ്ലീഷ് പോരെങ്കിൽ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യണം. എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം? നമുക്ക് കണ്ണാടി നോക്കി പ്രാക്ടീസ് ചെയ്യാം. നമുക്ക് ഇതുപോലെ ഒരു ഫോൺ എടുത്ത് വെച്ചിട്ട് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന വീഡിയോ എടുത്തിട്ട് സ്വയം നോക്കി അതിൽ തെറ്റ് മനസ്സിലാക്കാം, ബുക്കുകൾ വായിക്കാം. അല്ലെങ്കിൽ ഇതൊന്നും പറ്റുന്നില്ലെങ്കിൽ ഇവിടുത്തെ കോളേജസിൽ വളരെ ചുരുങ്ങിയ ചെലവിൽ നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് കോഴ്സസ് പഠിക്കാം. അത്തരം കോഴ്സുകൾ എടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഒരു കോൺഫിഡൻസ് ലെവൽ ഭയങ്കരമായിട്ട് കൂടും. അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് സ്കിൽസ് ഡെവലപ്പ് ചെയ്താൽ തന്നെ ടീച്ചിങ്ങിൽ നല്ലൊരു ചാൻസ് ഉണ്ട്. അപ്പം ഒരു കോഴ്സ് പഠിച്ചു, ഈ കോഴ്സ് പഠിച്ചതുകൊണ്ട് ടീച്ചിങ്ങിന് സ്കോപ്പ് ഉണ്ടോ എന്ന് ചോദിക്കുന്നതിന് പകരം ഞാൻ ഈ കോഴ്സ് പഠിച്ചു, ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ ക്ലിയർ ചെയ്യാനുള്ള സ്കിൽസ് എനിക്കുണ്ടോ എന്ന് ചോദിക്കണം.
അപ്പോൾ ആ സ്കിൽസ് ഇല്ലെങ്കിൽ സ്വയം ഡെവലപ്പ് ചെയ്യണം. ഇത് ടീച്ചിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചിങ്ങിൻ്റെ ഒരു ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്യാനുള്ള സ്കിൽസ് എല്ലാം തന്നെ നമുക്ക് സ്വയം ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഒരുപാട് വർഷത്തെ ഒരു പരിശീലനം ഒന്നും അതിൻ്റെ ആവശ്യമില്ല. ഏതാനും ഒരു 2-3 മാസത്തെ പരിശീലനത്തിനുള്ളിൽ തന്നെ നമുക്ക് ആ ഒരു സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. UK ടീച്ചിങ് ജോബ്സിൻ്റെ അപ്ഡേറ്റ്സ് അറിയാനും ടീച്ചിങ് ജോബിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്, അതിൽ ജോയിൻ ചെയ്യുക. നമ്മൾ ചെറിയൊരു ടീച്ചിങ് ആസ്പിറൻസിൻ്റെ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നുണ്ട്. ആ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും നമ്മൾ ചെയ്യുന്നതായിരിക്കും. അത് മാത്രമല്ല, നിങ്ങളുടെ കുട്ടികൾ ഇവിടെ UK സ്കൂളുകളിൽ പഠിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ പറ്റി കൂടുതൽ അറിയത്തില്ല, അല്ലെങ്കിൽ കുട്ടികൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ദയവേത് നമ്മളെ കോൺടാക്ട് ചെയ്യുക. എന്നെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മതി, നമ്മളിതെല്ലാം ആൻസർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഈ വീഡിയോ ഷെയർ ചെയ്യുക, പിന്നെ ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ. താങ്ക് യു.